ഡൽഹിയിൽ ഹോട്ടലിൽ തീപിടിച്ച് 20 മരണം. മാളവ്യ നഗറിലാണ് തീപിടുത്തമുണ്ടായത്. നിരവധി പേർക്ക് പരിക്കുണ്ട്. മരിച്ചവരിൽ വിദേശികളും ഉൾപ്പെടുമെന്നാണ് വിവരം. പലരും ശ്വാസം മുട്ടിയാണ് മരിച്ചത്. തീപിടിച്ച കെട്ടിടത്തിൽ കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നാണ് സംശയമുള്ളത്. കെട്ടിടത്തിൽ നിന്ന് 37 പേരെ ഇതിനകം രക്ഷപ്പെടുത്തി. ഫയർഫോഴ്സ് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. നിതിൻ മോഹൻ ചെയ്യുന്നതിന് എന്താണ് സംഭവിച്ചത്? രഞ്ജിത്ത്, രാവിലെ 8:50 ഡൽഹിയിലെ ലെമൺ ഗ്രീൻ എന്ന റെസ്റ്റോറൻറ്റിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. ഏകദേശം 40 പേരോളം ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിൽ 37 പേരോളം പുറത്തെത്തിക്കാൻ കഴിഞ്ഞുവെങ്കിൽ 21 പേർ മരിച്ചു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. ഇതിൽ എടുത്തു പറയേണ്ട ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അനധികൃതമായിട്ടാണ് ഈ ഹോട്ടൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ 6 റൂമുകൾക്ക് മാത്രമേ അനുമതി ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 25 റൂമുകൾ അവർ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതിൽ പക്ഷേ 6 റൂമുകൾക്ക് മാത്രമേ അനുമതി ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം 10ഓളം ഫയർഫോഴ്സ് എത്തിയാണ് അവിടെ രക്ഷാപ്രവർത്തനം തുടരുന്നത്. ഇതിൽ മരിച്ചവരുടെ കൂട്ടത്തിൽ വിദേശികളുമുണ്ട്. സൗത്ത് ആഫ്രിക്കക്കാരായിട്ടുള്ള നിരവധി വിദേശികളും അതിലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അവർ ഡൽഹിയിൽ ചികിത്സയ്ക്കായി എത്തിയതെന്നാണ് മറ്റൊരു വിവരം. ഇതിൽ വളരെ സങ്കടകരമായിട്ടൊരു സങ്കടകരമായിട്ടൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലരും ശ്വാസം മുട്ടിയാണ്, പുറത്തിറങ്ങാൻ കഴിയാതെ ശ്വാസം മുട്ടിയാണ് അവരുടെ ജീവൻ പോയത്. നിതിനാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. 21 മരണം ഇതിനകം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഈ തീപിടുത്തമുണ്ടായ ഹോട്ടലിനുള്ളിൽ ആരെങ്കിലും കൂടുതലായി കുടുങ്ങിയിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം പരിശോധനകൾ പുരോഗമിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. ചികിത്സയ്ക്കായി മറ്റും എത്തിയ നിരവധി ആളുകൾ, വിദേശികളടക്കമുള്ള ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഏതൊക്കെ രാജ്യക്കാരാണ് എന്ന കാര്യത്തിലും മറ്റും കൂടുതൽ പരിശോധനകൾ വേണ്ടിവരും. മാളവ്യ നഗർ എന്ന് പറഞ്ഞാൽ അവിടെ ഡൽഹിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. അവിടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും വലിയ ഗൗരവത്തോടു കൂടിയാണ് ഈ സംഭവം നമ്മൾ കാണുകയും ചെയ്യേണ്ടത്. നിർണായകമായ രക്ഷാപ്രവർത്തനത്തിനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഫയർഫോഴ്സിൻ്റെ വലിയൊരു സംഘം അവിടെയുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പുകച്ചുരുളുകൾ ഉയരുന്നു, കറുത്ത പുകച്ചുരുൾ ഉയരുന്നു. നേരത്തെ നിതിൻ പറഞ്ഞതുപോലെ അനുമതിയില്ലാത്ത നിരവധി കെട്ടിടങ്ങൾ, സുരക്ഷാ പരിശോധനയൊക്കെ പൂർത്തിയാക്കാനുള്ള നിരവധി കെട്ടിടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും കൂടുതൽ ഫയർഫോഴ്സ് സംഘം അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. വളരെ ദാരുണമായ സംഭവം ഉണ്ടായത് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഡൽഹിയിലാണ് എന്നുള്ളതാണ്. ഡൽഹിയിലെ 10 ഫയർഫോഴ്സ് സംഘങ്ങൾ മണിക്കൂറുകളോളം ശ്രമിച്ചാണ് തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. 11 പേർ ഇപ്പോൾ പൊള്ളലേറ്റ് ആശുപത്രിയിലാണ്. ബുധനാഴ്ച ഇന്ന് രാവിലെ ആണ് ഈ സംഭവം ഉണ്ടായത്. തീജ്വാലകളും കനത്ത പുകയും മറ്റും ഉയർന്നു. രാവിലെ 8:50 എന്ന് മനസ്സിലാക്കുന്നു. और बड़ी बेटी की उनकी एज एंजल की एज है उनकी अराउंड 20 ईयर। ठीक है। छोटी बेटी की एज है। मैक्स हॉस्पिटल में क्या बताया, कितने लोग यहाँ पे आए? मैक्स में तो 3-4 लोग बताए जो है, बॉडी हमें दिखा दी है। बाकी कुछ नहीं पता कौन कहाँ है, कुछ नहीं बता रहा कोई रेस्क्यू टीम हेल्प करने को तैयार नहीं है, कोई कुछ करने को तैयार नहीं है। हम खुद परेशान है, खुद भाग दौड़ करते हैं कि कहीं हमें कुछ मिल जाए। ഇരയായവരിൽ ഭൂരിഭാഗവും ദക്ഷിണാഫ്രിക്കൻ പൗരന്മാരാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. പാർവതി, എന്താണ് സംഭവിച്ചത്? രാവിലെ 9:45 ഈ ഫയർഫോഴ്സ് സംഘത്തിന് ആദ്യ വിവരം കിട്ടുന്നതെന്നാണ് മനസ്സിലാകുന്നത്. നേരത്തെ നിതിൻ പറഞ്ഞതുപോലെ അനുമതിയില്ലാത്ത അല്ലെങ്കിൽ സുരക്ഷാ പരിശോധനകൾക്ക് കൃത്യമായ പൂർത്തീകരണമില്ലാത്ത ഹോട്ടലായിരുന്നോ ഇത്? രഞ്ജിത്ത്, രാവിലെ 8:50 തീപിടുത്തമുണ്ടായതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാളവ്യ നഗറിലെ ലെമൺ ഗ്രീൻ എന്ന ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. 40 പേരാണ് അപകട സമയം ഈ റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിരുന്നത്. ഈ തീപിടുത്തത്തിൽ 21 പേർ മരിച്ചുവെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. 37ഓളം പേരെ രക്ഷപ്പെടുത്തി. നിരവധി പേർക്ക് പരിക്കുണ്ട്. പലരുടെയും നില ഗുരുതരമാണ്. ഇവർ ചികിത്സയിലാണ്. കൂടുതൽ പേർ കെട്ടിടത്തിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫയർഫോഴ്സും പോലീസും അടക്കം പ്രദേശത്ത് പരിശോധന തുടരുകയാണ്.
തുടരുകയാണ്. ഒരു ഇടുങ്ങിയ വഴിയിലാണ് ഈ ഹോട്ടൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശവാസികൾക്ക് ഫയർഫോഴ്സിനടക്കം എത്താനുള്ള സമയവും എടുത്ത് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. എന്നാൽ പോലും ഈ ഹോട്ടലിലെ ഷെഫ് പറഞ്ഞതനുസരിച്ച് ഇലക്ട്രിക് സ്റ്റൗ കത്തിച്ചപ്പോഴാണ് പെട്ടെന്ന് തീ പടർന്നു പിടിച്ചതെന്നാണ് വിവരം. 10 ഫയർഫോഴ്സ് ആദ്യം എത്തി ആണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മരിച്ചവരിൽ വിദേശികളും ഉൾപ്പെടുന്നുണ്ട്. ഇവർ ചികിത്സയ്ക്കായി ഡൽഹിയിലെ വിവിധ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയതെന്നാണ് വിവരം. 25 റൂമുകളുള്ള ഹോട്ടലിലാണ് ഈ അപകടമുണ്ടായത്. പക്ഷേ 6 റൂം മാത്രം പ്രവർത്തിക്കാനുള്ള അനുമതി മാത്രമേ ഈ ഹോട്ടലിനുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഹോട്ടലിന്റെ ബേസ്മെന്റിലാണ് തീപിടുത്തമുണ്ടായത്. തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണെങ്കിലും രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട്. കെട്ടിടം പൂർണ്ണമായി കത്തി നശിച്ചതിനാൽ കെട്ടിടത്തിനുള്ളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ട്. തീപിടുത്തമുണ്ടായപ്പോൾ ആശങ്കപ്പെട്ട ആളുകൾ കെട്ടിടത്തിൽ നിന്ന് എടുത്തു ചാടുകയുണ്ടായി. പക്ഷേ നാട്ടുകാരും കച്ചവടക്കാർ അടക്കമുള്ളവർ മെത്തയടക്കം റോഡിൽ വിരിച്ചാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. ഈ മെത്തയിലേക്കായിരുന്നു പലരും ജനലിൽ കൂടിയും മറ്റും എടുത്തു ചാടിയത്. ഈ കെട്ടിടത്തിന്റെ ബേസ്മെന്റിലാണ് തീപിടുത്തമുണ്ടായത്. തീ നിയന്ത്രിച്ചുവെങ്കിലും ഈ പരിശോധനയും മറ്റും തുടരുന്നുണ്ട്. മരണസംഖ്യയും ഇനിയും കൂടുമെന്നാണ് വിവരം. കാരണം പരിക്കേറ്റ നിരവധി പേരുടെ നില ഗുരുതരമാണ്. ശ്വാസം മുട്ടിയും പൊള്ളലേറ്റുമാണ് മരണങ്ങൾ േറെയും. പ്രധാനമന്ത്രി മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു യുവതി സ്വയരക്ഷാർത്ഥം ഈ കെട്ടിടത്തിൽ നിന്ന് എടുത്തു ചാടുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് ഡൽഹി സർക്കാർ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റവർക്കായി 50,000 രൂപയുടെ ധനസഹായവും നൽകിയിട്ടുണ്ട്. കെട്ടിടം നിർമ്മിച്ചത് ചട്ടം ലംഘിച്ചെന്നാണ് കണ്ടെത്തൽ. അധികൃതർ കൂടുതൽ പരിശോധന നടത്തുന്നുണ്ട്. 5 നില കെട്ടിടത്തിലാണ് തീ പടർന്നത്. പരിക്കേറ്റവർക്ക് 50,000 രൂപ ധനസഹായം ഡൽഹി സർക്കാർ പ്രഖ്യാപിച്ചു. ഒപ്പം തന്നെ പ്രധാനമന്ത്രി അപകടത്തിൽ അനുശോചനവും അറിയിച്ചു. വലിയ അപകടമാണ് രാജ്യ തലസ്ഥാനത്തുണ്ടായത്. സൗത്ത് ഡൽഹിയിലെ ഇടുങ്ങിയ വഴിയിലാണ് ഈ പറഞ്ഞ ലെമൺ ഗ്രീൻ ഹോട്ടൽ ഉള്ളത്. 5 സ്റ്റാർ ഹോട്ടലാണ്. എങ്കിലും ഈ ഹോട്ടലിന്റെ നിർമ്മാണത്തിലടക്കം ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപകടമുണ്ടായി മണിക്കൂറുകൾക്ക് ശേഷവും കെട്ടിടത്തിൽ തെരച്ചിൽ തുടരുന്നുണ്ട്. ആരെങ്കിലും കുടുങ്ങിയോ എന്ന് പരിശോധിക്കുകയാണ് പോലീസും ഫയർഫോഴ്സും. രഞ്ജിത്ത്. അതാണ് വിവരം. വലിയ തീപിടുത്തമാണ് ദില്ലി മാളവ്യ നഗറിലുണ്ടായത്. തീ അണച്ചു, രക്ഷാപ്രവർത്തനം തുടരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള പൗരന്മാരാണ് ഈ അപകടത്തിൽപ്പെട്ടത്. 37ഓളം പേരെ രക്ഷപ്പെടുത്തി. അതിസാഹസികമായിരുന്നു ഫയർഫോഴ്സിന്റെ നീക്കം എന്നിവിടം മരിച്ചതാക്കാൻ. വലിയ തീപിടുത്തവും വലിയ തോതിലുള്ള പുകച്ചുള്ളുകളും ഇപ്പോഴും പ്രദേശത്തുണ്ട്. 5 നില കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത് എന്നുകൂടി വിവരം ലഭ്യമാകുന്നുണ്ട്. ആളുകൾ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി. അത്രത്തോളം പരിഭ്രാന്തി നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു അത്. ചട്ടം ലംഘിച്ച് ഹോട്ടലിൽ ആളുകളെ താമസിപ്പിച്ചു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. പ്രധാനമന്ത്രി അടക്കം ഇപ്പോൾ ഈ തീപിടുത്തത്തിൽ അനുശോചിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ വീതം ധനസഹായം ഇപ്പോൾ പ്രഖ്യാപിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. പക്ഷേ അപ്പോഴും ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി കുറയുന്നില്ല എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. വലിയ തോതിലുള്ള തീപിടുത്തം ഇപ്പോൾ നിയന്ത്രിക്കാനായി എങ്കിൽ പോലും ആരെങ്കിലുമൊക്കെ ഇതിനുള്ളിൽ പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ കൃത്യമായ പരിശോധനകൾ വേണ്ടിവരും എന്ന് വേണം കരുതാൻ. അതിനുള്ള ശ്രമം ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്ത് നിന്ന് പുരോഗമിക്കുകയാണ്. 10ഓളം ഫയർഫോഴ്സ് സംഘങ്ങൾ ഇവിടെ എത്തി. അതിനുശേഷം കൂടുതൽ ആളുകളും എത്തി. ഇപ്പോൾ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക്. यहाँ आया तो मुझे देखा कि धुआं निकल रहा है। जब हम यहाँ मौके पर आए तो हमने देखा कि इसमें फ्लोरिश इन जो ये होटल है इसमें आग लगी हुई है। इसके अपर ग्राउंड पर जो है रेस्टोरेंट था, इसके बेसमेंट में जो कमरे थे और ऊपर इसके अंदर कमरे थे। और जब हम आए तो हमने देखा कि आग जो 2nd फ्लोर तक पहुंच चुकी है और इसके पीछे जो इसमें जो वेंटिलेशन की विंडो थी वहां से हमारे सामने जो एक लेडी जो देखने में मद्रास साइड की लगी वो 3rd फ्लोर से जो डायरेक्ट नीचे कूदी। उसके बाद 3 लोग और कूदे। उसके बाद मैंने जो फायर ब्रिगेड को कॉल की। फायर ब्रिगेड का जो यहाँ से जो स्टेशन है, फायर स्टेशन जो मात्र जो 700 मीटर की दूरी पे मालवीय नगर पुलिस स्टेशन के बिल्कुल बराबर में। उसके बावजूद जो मुझे 14 बार जो कॉल करनी पड़ी और लगभग 35 से 40 मिनट जो उन लोगों ने यहाँ पर आने का टाइम लिया। और सबसे पहले हमारे बाद या ये कह लीजिए यहाँ के जो बीट ऑफिसर है दिनेश यादव, वो 8:45 पर लगभग 8:45 पर वो हमारे साथ रेस्क्यू करने में लग गए थे शुरुआत से। उसके बाद धीरे धीरे यहाँ प्रशासन की जो आवाजाही जो बढ़ने लगी और लोगों को जो रेस्क्यू करके निकाला जाने लगा। जो इसका जो बेसमेंट का रास्ता है उसका जो शटर है वो लॉक था
उसको जो फायर ब्रिगेड वालों ने जो तोड़कर काटकर जो निकाला, वहां से लगभग 5-6 लोग जो निकल कर आए, जिनको ये बताया गया शुरुआती उसमें कि ये लोग जो डेड हैं। और लगभग इसमें जो 40 से 50 जो लोग फंसे हुए थे, जिसमें से मैक्सिमम लोग जो मैक्स हॉस्पिटल के अंदर जो इमरजेंसी में एडमिट कराए गए। ये पूरी लाइन जो है ये होटल्स की है। यहाँ बीएनबी एक स्कीम थी जो दिल्ली गवर्नमेंट जो कॉमनवेल्थ के टाइम पर लाई थी, जिसके अंदर जो 5 बेडरूम जो आप अपने बना सकते थे, शर्त बहुत सारी थी उसके अंदर। यहाँ जितने भी होटल हैं किसी के पास एग्जिट नहीं है, सिंगल इसका रास्ता था। इसी वजह से जो इसमें इतने बड़े लेवल पर जो कैजुअलिटी हुई, जिस मालिक के होटल में आग लगी है, यहाँ से 400 मीटर की दूरी पर उसका एक और होटल है ग्रीन रेजिडेंसी के नाम से, उससे आगे एक और होटल है फ्लोरिस के नाम से, एक होटल आपके बिल्कुल सामने लेमन ग्रीन इनके नाम से। आप इसका जो मेन एंट्रेंस देखेंगे लगभग 2.5 फीट चौड़ा है और इसके अंदर तकरीबन 22 कमरे हैं। तो ये जितने भी होटल यहाँ चल रहे हैं, ये ऐसा नहीं है कि प्रशासन की जानकारी में नहीं है, प्रशासन का अपना महीना बंधा हुआ है और धड़ल्ले से चल रहे हैं। आगे जितने भी होटल जो आग से बचे हुए हैं, आप चाहें तो आप वहाँ तफ्तीश कर सकते हैं, कैमरे सबके लग रहे हैं, आप निकाल सकते हैं। हर चौथे दिन 5वें दिन वहाँ जो बीट ऑफिसर्स की जो आवाजाही है, बीट ऑफिसर्स की नॉलेज में सारी चीजें यहाँ पर हैं कि धड़ल्ले से यहाँ क्या चल रहा है। इसी की बैक साइड पर अभी रिसेंटली में जो 3 प्रॉपर्टी और जो होटल बनी है, ये बराबर में मिकासा इन है, इसी के 2 होटल जो पीछे और बने हैं। तो यहाँ टोटल नॉलेज में है प्रशासन की, चाहे वो आपके जो रेवेन्यू डिपार्टमेंट हो, चाहे दिल्ली गवर्नमेंट का आपका पुलिस का डिपार्टमेंट हो, चाहे यहाँ के लोकल विधायक हो, चाहे काउंसलर हो, सबकी नॉलेज में है और धड़ल्ले से चल रहा है। और मैक्सिमम यहाँ जो मैक्स की वजह से जो यहाँ जो हेल्थ टूरिज्म की जो आवाजाही है, उसकी वजह से यहाँ लोगों को जो रूम्स की रिक्वायरमेंट रहती है, उसी की एवज में लोगों ने बना रखी है। कहा गया हम जांच कराएंगे क्योंकि इनकी फायर ब्रिगेड की लिफ्ट नहीं खुली, इनकी सीढ़ियां नहीं खुली, उसकी जांच की रिपोर्ट अब तक नहीं आई है। फिर विवेक विहार में आग लगी, वहां 9 लोग मरे, वहां पे पता चला कि फायर ब्रिगेड के अंदर पानी नहीं था, प्रेशर नहीं था, उसकी जांच कराई गई, अभी तक जांच की रिपोर्ट नहीं आई। अब ये आग लग गई जिसके अंदर अभी तक बताया गया 21 लोग मरे हैं, 21 लोग जिंदा मर गए जल के, और भी हो सकते हैं। अब क्या किया जा रहा है सरकार की तरफ से, जो लोग मरे उन्हीं पे दोष डाल दो कि यही गलत थे, हौजरानी के लोग गलत है, सरकार बिल्कुल ठीक है। अरे यार, मरने वालों के लिए थोड़ा तो तरस खाओ। सरकार को मैं कहना चाहता हूँ, ज्यादातर लोग बाहर के विदेश के लोग हैं, आप ये सोचिए कि भारत के बारे में क्या इमेज बनेगी बाहर। इलाज के लिए आए हुए, कोई पिकनिक मनाने नहीं आए हुए थे। किसी का रिश्तेदार को किडनी बदलवानी है, किसी को हार्ट का बाईपास कराना है, मजबूरी में आदमी यहाँ पे रह रहा है, कोई पिकनिक में नहीं रह रहा। अब सरकार क्या कर रही है, इन्हीं के ऊपर दोष डाल दो, यही गलत लोग थे। अरे थोड़ी शर्म करो। और अगर सरकार को बोलना तो खुद बोले ना, सूत्रों का नाम से क्यों चला रहे हैं? सूत्रों की टूल किट को बंद किया जाए, सरकार को जो പാർവതി തുടരുന്നുണ്ട്. പാർവതി, ഇപ്പോൾ പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമായി എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷെ അപ്പോഴും ഈ കത്തിയ കെട്ടിടത്തിനുള്ളിൽ കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള ഭീതിയുണ്ടോ? തീർച്ചയായിട്ടും രഞ്ജിത്ത്, ഈ കെട്ടിടത്തിനുള്ളിൽ കൂടുതൽ പേർ കുടുങ്ങിയിട്ടുണ്ടോ എന്ന പരിശോധനയാണ് തുടരുന്നത്. ഈ ഇതിൽ പ്രധാനമായും ഒരു നിയമലംഘനം നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം പുറത്തേക്ക് വരുന്നുണ്ട്. കാരണം ഈ കെട്ടിടത്തിൽ ഒരു എൻട്രി പോയിന്റും ഒരു എക്സിറ്റ് പോയിന്റും മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിനും ബുദ്ധിമുട്ടുണ്ടായി. ഇതുകൊണ്ട് തന്നെയാണ് പലരും കെട്ടിടത്തിന്റെ മുകളിലെ ജനലിൽ നിന്നടക്കം എടുത്ത് താഴേക്ക് ചാടുകയും ഉണ്ടായത്. ഈ വീഴ്ചയിൽ നിന്നും നാട്ടുകാർ റോഡിലടക്കം മെത്തകൾ നിരത്തിയാണ് ഈ ജനലിൽ കൂടി എടുത്തു ചാടിയ ആളുകളെ രക്ഷിച്ചത്. ഇപ്പോഴും കെട്ടിടത്തിനുള്ളിൽ പരിശോധന തുടരുകയാണ് രഞ്ജിത്ത്. ഇതാണ് സാഹചര്യം. പരിശോധന തുടരുന്നു. കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന കാര്യത്തിലാണ് പരിശോധന ഇപ്പോൾ നടക്കുന്നത്. ഫയർഫോഴ്സിന് നിരവധി സംഘങ്ങൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ.